അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധമായ പവിത്രങ്ങൾ നിറഞ്ഞ പോരിശേരിയ പുണ്യങ്ങളുടെ പൂക്കാലമായ പരിശുദ്ധ റമളാൻ ആഗതമാവുകയാണ്. പരിശുദ്ധ റമളാന്റെ ഒന്നാമത്തെ രാവിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഒന്നാമത്തെ രാവിൽ ചൊല്ലേണ്ട ഓതേണ്ട പ്രധാനപ്പെട്ട ഒരു സൂറത്താണെന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ സൂറത്ത് ഓതാൻ കഴിഞ്ഞാൽ മഹത്തുക്കൾ പഠിപ്പിക്കുന്നു, وقال بعض العارفين من قرأ سورة الفتح عند رؤية إلى رمضان في أول ليلة وسع الله رزقه في ذلك العام إلى آخره. ആരെങ്കിലും ഒരാൾ സൂറത്തുൽ ഫത്ത് പരിശുദ്ധ റമളാന്റെ ആദ്യ രാവിൽ ഓതിയാൽ ആ വർഷം മുഴുവനും അള്ളാഹുവിൻ്റെ ഭക്ഷണത്തിൽ അവൻ്റെ റിസ്കിൽ അള്ളാഹു വിശാലത ഇട്ടു കൊടുക്കും. ഒരിക്കലും ഒരാളുടെ മുന്നിലും അള്ളാഹു കൈനീട്ടേണ്ട അവസ്ഥ കൊടുക്കൂല. ഒരിക്കലും പട്ടിണി എടുക്കേണ്ടി വരില്ല. അവൻ അറിയാത്ത ഭാഗത്തിലൂടെ അവൻ്റെ കടം വീടി അവനക്ക് ഐശ്വര്യത്തിൻ്റെ കവാടം അള്ളാഹു തുറന്നു കൊടുക്കും. ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ഫത്ത് ഇന്നത്തെ രാവിൽ പരിശുദ്ധ റമളാന്റെ ആദ്യത്തെ രാവിൽ ഓതി പരിശുദ്ധ റമളാനെ സ്വീകരിക്കണം. അതോടുകൂടെ നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നീങ്ങിക്കിട്ടും. ഒരുപാട് ബുദ്ധിമുട്ടുകളുള്ളവരുണ്ട്. ഈ സൂറത്തുകൾ ഓതി തുടങ്ങണം. അതുപോലെ സൂറത്തുൽ മുൽക്ക് നമ്മൾ പാരായണം ചെയ്യണം. അതുപോലെ സൂറത്തുൽ വാഖിയ അതും കൂടി ഇന്നത്തെ രാവിലെ നമ്മൾ പാരായണം ചെയ്യണം. അതുപോലെ റഹ്മത്തിൻ്റെ പത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. ചുരുങ്ങിയതൊരു 100 തവണ ഇന്നത്തെ രാവിത്തിരയിൽ അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ എന്ന ദിക്ർ ചുരുങ്ങിയതാണ്. കഴിയുന്നെങ്കിൽ അതിനപ്പുറം ചൊല്ലി ഇന്നത്തെ രാവിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് തേടണം. അള്ളാഹുവിൻ്റെ റഹ്മത്ത് വർഷിക്കുന്ന, അള്ളാഹുവിൻ്റെ കാരുണ്യം വർഷിക്കുന്ന രാവാണ്. അതിന് മുമ്പ് നമ്മുടെ മനസ്സൊന്ന് നന്നാക്കിയെടുക്കണം. മനസ്സിലുണ്ടാകുന്ന എല്ലാ സ്വഭാവങ്ങൾ മാറ്റിക്കൊണ്ട് നല്ല രീതിയിൽ പരിശുദ്ധ റമളാനെ സ്വീകരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ വിഷമങ്ങളും പ്രയാസങ്ങളും നീക്കി തരട്ടെ. പരിശുദ്ധമായി രാവിലെ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.